everyone, welcome to Disha Academy. എൻ്റെ പേര് ഐശ്വര്യ. അപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടാവില്ലേ NTPC എക്സ്പ്രസ് എന്താണ് സംഭവം? ഒന്നുമില്ല, നമ്മുടെ NTPC എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, സിലബസ് എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, ഏജ് ലിമിറ്റ് എന്താണെന്ന് തുടങ്ങി നിങ്ങൾക്കൊരു നല്ല സ്റ്റഡി പ്ലാനും ക്ലാസ്സുകളും അടക്കം എല്ലാം നമ്മൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുകയാണ്. അതാണ് NTPC എക്സ്പ്രസ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ NTPC എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, സോറി കേട്ടോ. നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. നമ്മൾ ജൂൺ ജൂലൈയിലായിരിക്കും നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ. ജൂൺ ജൂലൈ സമയത്ത് നമ്മൾ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം വരാൻ പോകുന്നത് ഒരു സെപ്റ്റംബർ ആ ഒരു സമയത്തായിരിക്കും. സെപ്റ്റംബറിനും ഡിസംബറിനും ഒക്കെ ഇടയിലായിരിക്കും ജൂൺ ജൂലൈയിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ. അപ്പം ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഈ എക്സാം എഴുതാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. രണ്ട് ടൈപ്പ് ഓഫ് പോസ്റ്റുകളാണ് ഈ NTPC എക്സാമിന് കീഴിൽ വരുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളാണ്. ഇതൊരു +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളാണ്. ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റും. അതായത് +2 കംപ്ലീറ്റ് ചെയ്തവർക്കും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്കും എന്ത് എഴുതാൻ പറ്റും? NTPC എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സിനും 33 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സാധാരണ എക്സാമുകൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം കൊറോണയൊക്കെ വന്നതിന് ശേഷം NTPC എക്സാംസ് നടന്നിട്ടില്ല. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് 18 മുതൽ 33 വയസ്സ് വരെ, 30 വയസ്സിന് പകരം 33 വയസ്സ് വരെ ഉള്ളവർക്ക് ഇപ്രാവശ്യം NTPC എക്സാംസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് പുറമേ നിങ്ങൾ SC ST OBC കാറ്റഗറിയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടും. OBC ആണെങ്കിൽ ഒരു 3 വർഷം, SC ST ആണെങ്കിൽ ഒരു 5 വർഷം ഏജ് റിലാക്സേഷൻ ഈ 33-ന് പുറകിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ് അല്ലെങ്കിൽ എക്സാമിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, 2 ടയർ എക്സാം കാണും. അതായത് 2 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം കാണും. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്കിൽ ടെസ്റ്റ് കാണും. അതിൻ്റെ കൂടെ ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കാണും. അപ്പോൾ ഫസ്റ്റ് നടക്കാൻ പോകുന്നത് CBT 1 ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ആണ്. നമ്മൾ ടയർ 1 എന്നൊക്കെ പറയുന്ന പോലെ ആ എക്സാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 90 മിനിറ്റ്സ് അഥവാ 1.5 മണിക്കൂറാണ് എക്സാം വരാൻ പോകുന്നത്. 100 ക്വസ്റ്റ്യൻസ് കാണും. 1.5 മണിക്കൂർ എക്സാം 100 ക്വസ്റ്റ്യൻ കാണും. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ട് കിട്ടും. നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിൻ്റെ ഉണ്ട്. 1/3 ആണ്. ലൈക്ക് ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ 1/3 മാർക്സ് കുറയും. അതായത് 0.3 മാർക്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കുറയും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വരുന്ന സബ്ജക്റ്റും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ മാത്സിൻ്റെ 30 ക്വസ്റ്റ്യൻ ഉണ്ട്, റീസണിങ്ങിൻ്റെ 30 ക്വസ്റ്റ്യൻ, പിന്നെ GK ജനറൽ അവയർനെസ്സിൻ്റെ 40 ക്വസ്റ്റ്യൻ. ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ ടയർ 1 എക്സാം നടക്കാൻ പോകുന്നത്. ടയർ 1 എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നൊരു മിനിമം കട്ട് ഓഫ് ഉണ്ടായിരിക്കും. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടയർ 2 എക്സാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ടയർ 2 എക്സാമിലേക്ക് വരുമ്പോഴും എന്ത് തന്നെയാണ്, സിലബസ് ഒക്കെ സെയിം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ആകെ നിങ്ങൾക്ക് വരുന്നത് ടൈമിലുള്ള ഡിഫറൻസ് ആണ്. ആദ്യം നിങ്ങൾ ടയർ 1-ൽ 90 മിനിറ്റിൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു? 100 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ലേ? ഇനി ഈ സമയം ടയർ 2-ലേക്ക് വരുമ്പോൾ നിങ്ങൾ 90 മിനിറ്റ് കൊണ്ട് 120 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ വരുന്ന ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ 90 മിനിറ്റ്സ് 120 ക്വസ്റ്റ്യൻസ്, നെഗറ്റീവ് മാർക്കിങ് 1/3 മാർക്സ് തന്നെ പിന്നെയും വരും. ഓക്കെ, ഇനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ ടയർ 2-ലേക്ക് വരുമ്പോൾ മാത്സിന് 35 ക്വസ്റ്റ്യൻ ഉണ്ട്, റീസണിങ്ങിന് 35 ക്വസ്റ്റ്യൻ ആണ്, ജനറൽ അവയർനെസ്സിന് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ടയർ 1-ൻ്റെയും ടയർ 2-ൻ്റെ അല്ലെങ്കിൽ CBT 1-ൻ്റെയും CBT 2-ൻ്റെയും മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്പേഴ്സിൻ്റെ അലോക്കേഷൻ നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? GKക്ക് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു എക്സാമാണ് റെയിൽവേ എക്സാംസ് എന്ന് പറയുന്നത്. GKക്ക് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. സയൻസ് സബ്ജക്ട്സിനായാലും ശരി, ഇനി അതല്ലാത്ത ആർട്സ് സബ്ജക്ട്സിനായാലും ശരി, GKക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എക്സാമാണ് നമ്മുടെ റെയിൽവേ എക്സാംസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തും വേണം? റീസണിങ്ങും വേണം, അതുപോലെ മാത്സും വേണം. പക്ഷേ ഇംഗ്ലീഷ് നമുക്ക് NTPC എക്സാമിൻ്റെ സിലബസിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? റെയിൽവേ എക്സാംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ റീസണിങ്, അതുപോലെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് GK. കാരണം GKയുടെ വെയിറ്റേജ് ഇവിടെ വളരെ കൂടുതലാണ്. നിങ്ങളുടെ റാങ്ക് ഒക്കെ മേക്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് GK ആയിരിക്കും. ഓക്കെ, അപ്പോൾ CBT 1 കഴിഞ്ഞു, CBT 2 കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് അടുത്ത് വരുന്നതാണ് CBAT എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് ആണ്. ഓക്കെ, സ്കിൽ ടെസ്റ്റ് ആയിരിക്കും. അത് ഓരോ പോസ്റ്റുകളും അനുസരിച്ചിട്ട് സ്കിൽ ടെസ്റ്റിൻ്റെ രീതി മാറിക്കൊണ്ടിരിക്കും. എന്തായാലും ടയർ 1-ഉം
ടയർ 2 ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോകുന്നത് സ്കിൽ ടെസ്റ്റിലേക്കായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയേണ്ടത്, അതിന് വേണ്ടിയിട്ടൊരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സെഷനും കൂടെ കാണും. ഇനി നമ്മൾ സിലബസിലേക്ക് വന്ന് കഴിയുമ്പോൾ സാധാരണ നമ്മുടെ SSC അല്ലെങ്കിൽ പോലുള്ള എല്ലാ എക്സാംസിനുള്ള നോർമൽ സിലബസ് തന്നെയാണ് നമ്മുടെ സിലബസ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഇല്ലാന്ന് മാത്രമേ. ഇപ്പോൾ മാത്സ് ആണെങ്കിൽ നമ്പർ സിസ്റ്റം കാണും, HCF, LCM, ആവറേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ടോപ്പിക്സ് എല്ലാം കാണും മാത്സ് ആണെന്നുണ്ടെങ്കിൽ. ഇനി റീസണിങ്ങിലേക്ക് പോകുമ്പോൾ റീസണിങ്ങിലും അതുപോലെ തന്നെയാണ്. സീരീസ് ഉണ്ട്, നമ്പർ സീരീസ് ഉണ്ട്, വേർഡ് സീരീസ് ഉണ്ട്, കോഡിംഗ് ഡീകോഡിംഗ് ഉണ്ട്, സിലോജിസം ഉണ്ട്, ജംബ്ലിംഗ് വേർഡ്സ് ഉണ്ട്. ഇങ്ങനത്തെ നോർമലായിട്ട് നമുക്ക് എല്ലാ എക്സാംസിനും ചോദിക്കുന്ന, നമ്മുടെ നോർമൽ SSC എക്സാംസിനും ചോദിക്കുന്ന അതേ റീസണിങ് പാറ്റേൺ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്ത് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ജനറൽ അവയർനെസ് ആണ്. GK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം, അല്ലേ, എല്ലാം നമ്മുടെ ആകാശത്തിന് കീഴിൽ വരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് GKക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് NTPC എക്സ്പ്രസ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ NTPC എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 15-ാം തീയതിയാണ്, അതായത് ഇന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഈ NTPC എക്സ്പ്രസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന്. അതായത് ഒരാഴ്ചയിൽ എല്ലാ ദിവസവും NTPC എക്സാംസിന് ഫോക്കസ് ചെയ്ത് ഞങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്. അതാണ് NTPC എക്സ്പ്രസ് എന്ന് പറയുന്നത്. എന്നും രാത്രി 8 മണിക്കായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് പോകുന്നത്. ഓക്കെ, അപ്പം NTPC എക്സ്പ്രസിൻ്റെ ഒരു ഐഡിയ എന്താണ്? രാത്രി 8 മണിക്ക് നിങ്ങൾക്ക് എന്തുണ്ടാവും? യൂട്യൂബിൽ എന്നും ഫ്രീ ക്ലാസ്സുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ യൂട്യൂബ് പ്ലാറ്റ്ഫോം വഴി നമ്മുടെ ദിശ അക്കാഡമിയുടെ ചാനൽ വഴിയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള PDF, അന്നന്ന് ക്ലാസ് പോകുന്ന PDF നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി വഴി ഡെയിലി തരും. ഒരു ക്ലാസ് കഴിയുമ്പോൾ അതിൻ്റെ PDF നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആരെങ്കിലും നമ്മൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, താഴെ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ, കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യുക, PDF നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ NTPC എക്സ്പ്രസിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യത്തെ കാര്യം തന്നെ എല്ലാ വീക്കിലത്തേക്കും വേണ്ട സിലബസ് നിങ്ങൾക്ക് ഞങ്ങൾ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത് തരും. ഇപ്പോൾ 1 മാസം അല്ലെങ്കിൽ 2 മാസത്തെ ഷെഡ്യൂൾ ഒന്നിച്ച് തന്നിട്ട് നിങ്ങളോട് പഠിക്കാൻ പറയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ആഴ്ചത്തെയും സിലബസ് നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ, എന്നിട്ട് അതനുസരിച്ച് ഒരു പക്ക പാറ്റേണിൽ എന്ത് പോകും, നമ്മുടെ ക്ലാസ്സുകൾ പോകും യൂട്യൂബ് വഴി. രാത്രി 8 മണിക്ക് കേട്ടോ, എന്നും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഈ ക്ലാസ്സുകൾ പോകും. അത് കഴിഞ്ഞ് എല്ലാ സൺഡേസിലേക്കും വരുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടായിരിക്കും? റിവിഷൻ സെഷൻസ് ഉണ്ടായിരിക്കും. ആ ആഴ്ചയിൽ പോകുന്ന എല്ലാ ടോപ്പിക്കുകളുടെയും റിവിഷൻ നമ്മൾ എല്ലാ സൺഡേസിലും പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വീക്ക്ലി റിവിഷൻ സെഷൻസ് നമുക്ക് NTPC എക്സ്പ്രസിൻ്റെ ഭാഗമായിട്ട് പോകും. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു എല്ലാ സാറ്റർഡേസിലും ഓരോ പൊളിറ്റി സബ്ജക്ട്സ് എടുത്തിട്ട് പോകുന്ന ഒരു പുതിയ ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പൊളിറ്റി വീക്കാണ് നോക്കിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പൊളിറ്റി സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഒരു 5ഓളം വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഈ NTPC എക്സ്പ്രസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എല്ലാ സാറ്റർഡേസും എന്ത് ചെയ്യും? ഒരു GK സബ്ജക്റ്റ് പോകും. ഓക്കെ, ഇപ്പം അടുത്ത സാറ്റർഡേ, ഈ വരുന്ന സാറ്റർഡേ നമുക്ക് പോകാൻ പോകുന്നത് കെമിസ്ട്രിയാണ്. അങ്ങനെ ഓരോ ആഴ്ചയും നമ്മൾ എന്ത് ചെയ്യും? ഓരോ GK സബ്ജക്റ്റ് NTPC എക്സ്പ്രസിൻ്റെ ഭാഗമായിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കറിയാം, ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മുക്കും മൂലയും പഠിപ്പിച്ച് തീർക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു സബ്ജക്റ്റിൻ്റെ ഓവർവ്യൂ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ആ ഒരു ദിവസം നമ്മൾ യൂസ് ചെയ്യും എല്ലാ സാറ്റർഡേസും. അപ്പോൾ അതും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നടന്നു പോകും, NTPC എക്സ്പ്രസിൻ്റെ ഭാഗമായിട്ട്. അത് കൂടാതെ റെയിൽവേ എക്സാംസിന് GK വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ വീക്ക് ഡേയ്സിൽ നമ്മൾ എന്തോ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും? GK കൊണ്ടുപോകുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ പോരാത്തതിന് ഇതിൻ്റെ ക്ലാസ്സുകൾ, അല്ലെ, പെർട്ടിക്കുലർ ക്ലാസ് കഴിഞ്ഞിട്ട് അതിൻ്റെ PDF നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് വഴി നമ്മൾ ഷെയർ ചെയ്തും കൂടെ തരും. അപ്പോൾ ഈ ആഴ്ചത്തെ ഷെഡ്യൂൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. നമ്മൾ ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ആഴ്ചത്തെ ഷെഡ്യൂൾ പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ആഴ്ചത്തെ ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്യും. ഈ ആഴ്ച ഇനി ബുധനാഴ്ചയാണ്. ഇന്ന് മുതൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. ഇന്ന് നമുക്ക് രാത്രി 8 മണിക്ക് ഗ്രീഷ്മ മിസ്സിൻ്റെ ക്ലാസ് ആയിരിക്കും ഉള്ളത്. അത് ആപ്റ്റിറ്റ്യൂഡ് സെഷൻസ് ആണ്. ഓക്കെ, മാത്സിൻ്റെ ഗ്രീഷ്മ മിസ്സിൻ്റെ ക്ലാസ് ആയിരിക്കും ഇന്ന് ബുധനാഴ്ച നമുക്ക് രാത്രി 8 മണിക്ക് ആദ്യം വരാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നാളെ നിങ്ങൾക്ക് പോകുന്നത് പൊളിറ്റി ക്ലാസ് ആണ്. അതുൽ സാറിൻ്റെ ക്ലാസ് ആണ് കേട്ടോ. മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മുതൽ തന്നെ തുടങ്ങുകയാണ് പൊളിറ്റി ക്ലാസ്. അതുൽ സാറിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് നാളെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഫ്രൈഡേ നമുക്ക് പോകാൻ പോകുന്നത് നമ്മുടെ അനിൽ സാറിൻ്റെ ഫിസിക്സ് ക്ലാസ്സുകളാണ്. ഫ്രൈഡേ അനിൽ സാറിൻ്റെ ഫിസിക്സ് ക്ലാസ്സുകൾ പോകും.
അത് കഴിഞ്ഞ് സാറ്റർഡേ നമുക്ക് പൊളിറ്റി വീക്കാണ്, സാറ്റർഡേ നമുക്ക് കെമിസ്ട്രി വീക്കാണ്. അപ്പോൾ കെമിസ്ട്രി വീക്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കെമിസ്ട്രിയുടെ ക്ലാസ്സുകൾ അന്ന് ഒരു 4-5 മണിക്കൂർ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ഓവർവ്യൂ എല്ലാ ടോപ്പിക്കും നമ്മളൊന്ന് ഓടിച്ചു നോക്കി പോകും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളന്ന് റെക്കോർഡ് സെഷൻസും ലൈവ് സെഷൻസും ഒക്കെ പോയിട്ട് നമ്മൾ കെമിസ്ട്രി എന്ത് ചെയ്യും, വരുന്ന സാറ്റർഡേ കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് സൺഡേ നമുക്ക് വീക്ക്ലി റിവിഷൻ ആയിരിക്കും. അപ്പോൾ ഈ 4 ദിവസം അല്ലേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ഈ 4 ദിവസം നമ്മൾ പോയ ടോപ്പിക്കുകളുടെ ഒരു വീക്ക്ലി റിവിഷൻ നമ്മൾ ഇനി സൺഡേ എന്ത് ചെയ്യും, കൊണ്ടുപോകും. അപ്പോൾ ഈ രീതിയിലാണ് ഈ ആഴ്ചത്തെ പ്ലാൻ വരാൻ പോകുന്നത്. അടുത്ത ആഴ്ച മുതലുള്ള പ്ലാൻ എല്ലാ ദിവസവും സാറ്റർഡേ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ, ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അത് നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ക്ലാസ്സുകളൊന്ന് ഫോളോ ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ നാളെ ഏത് ടോപ്പിക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു റിവിഷൻ കൂടെ നടത്താം. ഇനി നമ്മുടെ സെഷൻസ് ആരൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആപ്റ്റിറ്റ്യൂഡ് സെഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഗ്രീഷ്മ മിസ് ആയിരിക്കും കേട്ടോ. ആപ്റ്റിറ്റ്യൂഡ് സെഷൻസ് എല്ലാം കൊണ്ടുപോകുന്നത് ഗ്രീഷ്മ മിസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റീസണിങ് സെഷൻസ് കൊണ്ടുപോകുന്നത് ശരത് സാർ ആയിരിക്കും. ശരത് സാറോ അല്ലെങ്കിൽ സിജോ സാറൊക്കെ ഉണ്ടാകും. ശരത് സാർ ആയിരിക്കും മെയിനായിട്ട് നമ്മുടെ റീസണിങ് സെഷൻസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് GK GS സെഷൻസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ അനിൽ സാർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ശ്രീരാജ് സാറ്, നിത്യ മിസ്, ഞാനുണ്ടായിരിക്കും, ഗായത്രി മിസ് ഉണ്ടായിരിക്കും. ഞങ്ങൾ എല്ലാവരും കാണും. ഞങ്ങൾ ഓരോരുത്തരുടെയും സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് GK നിങ്ങൾക്ക് നല്ല സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പം സാറ്റർഡേ ഒരു ദിവസം മാത്രമല്ല നിങ്ങൾക്ക് GK പോവാം. റെയിൽവേ എക്സാംസിന് GK അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വീക്ക് ഡേയ്സിലും GK പോകുന്ന ദിവസങ്ങളുണ്ടായിരിക്കും. അതുപോലെ സാറ്റർഡേയും നമ്മളൊരു പെർട്ടിക്കുലർ ടോപ്പിക് എന്ത് ചെയ്യും നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകും. ഓക്കെ, അപ്പോൾ NTPC എക്സ്പ്രസിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയാലോ. ഇന്ന് രാത്രിയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോസ് ഫോളോ ചെയ്യുക. ഓക്കെ, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും ഈ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഉഴപ്പി കാണാതിരിക്കരുത്. ഇത് മുതൽ ക്ലിയർ ആയിട്ട് കണ്ടുപോവുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രാവശ്യം തന്നെ ജോലി കിട്ടട്ടെ. ഹാവ് എ നൈസ് ടൈം. താങ്ക് യു സോ മച്ച്.